ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BEGE 141 ആണ്. അതായത് അണ്ടർസ്റ്റാൻഡിങ് പ്രോസ്. നമ്മളിത് ചാപ്റ്റേഴ്സ് വൈസ് ആയിട്ട് നോക്കി പോകുന്നതല്ല, നമ്മൾ ഒരു എക്സാം നോട്ട് പോലെ ഒരു ഷോർട്ടായിട്ട് ഇതിൽ നമുക്ക് എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ എക്സാം അടുത്തു. ഈ 14th നമ്മുടെ എക്സാം. പിന്നെ നമുക്കത് ആദ്യം മുതൽ പഠിക്കാനുള്ള ടൈമൊന്നുമില്ല. ഷോർട്ടായിട്ട് നമുക്കിനി കുറച്ച് സമയം കൊണ്ട് എന്ത് നോക്കാം എന്നുള്ള ലാസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യില്ല, ആ ഒരു ചെക്കിങ്ങിനുള്ള ടൈമേ ഉള്ളൂ നമുക്ക്. ഓക്കെ, സോ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് മെയിനായിട്ട് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഡിഫറൻറ്റ് ബിറ്റ്വീൻ പ്രോസ് ആൻഡ് പോയട്രി. പ്രോസും പോയട്രിയും തമ്മിലുള്ള ഡിഫറൻസ്, പ്രോസിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, പിന്നെ പഠിക്കാനുള്ളത് ഫോംസ് ഓഫ് പ്രോസ്, പിന്നെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. ഓക്കെ, ഇതിൽ ഫോംസ് ഓഫ് പ്രോസ് നമുക്ക് പിന്നെ നോക്കാം. ഓരോരുത്തർ എഴുതിയ കഥകളൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട വിഷയമാണ്. അത് നമുക്ക് എങ്ങനെ ഷോർട്ടാക്കാൻ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും അതേപോലെ പ്രോസും പോയട്രിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കാം. ഓക്കെ, എന്താണ് പോയട്രി അല്ലെങ്കിൽ എന്താണ് പ്രോസ്? പോയട്രി എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. ഓക്കെ, അതിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു മോഡിഫൈഡ് ലാംഗ്വേജ് ആണ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജുകളല്ല പോയട്രിയിൽ യൂസ് ചെയ്യുക. ഓക്കെ, പോയട്രി ആകുമ്പോൾ നമ്മളത് വേറൊരു രീതിയിലേക്ക് ലാംഗ്വേജ് മാറ്റും. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത്, അവളുടെ മുഖം ചന്ദ്രനെ പോലെ തിളങ്ങുന്നുണ്ട്. ഇതാണ് പോയട്രിയിൽ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള മീനിങ് എന്താണ്? അവളിന്ന് ഭയങ്കര സന്തോഷത്തിലാണ്, അവളുടെ മുഖത്തിന് നല്ല തെളിച്ചുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ റിയലായിട്ടുള്ള മീനിങ്. അല്ലാതെ ചന്ദ്രനെ പോലെ ആയി എന്നൊന്നും അല്ലല്ലോ. ഓക്കെ, അതാണ് പോയട്രി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ലാംഗ്വേജ് കുറച്ചും കൂടി മോഡിഫൈഡ് ആണ്, നമ്മളെ കോമൺ ലാംഗ്വേജ് പോലെ അല്ല. ഓക്കെ, അതേസമയം നമ്മുടെ പ്രോസിലേക്ക് വരുമ്പോൾ, പ്രോസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു എഴുതുന്ന അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ഒരു കോമൺ ലാംഗ്വേജ് തന്നെയാണ് പ്രോസ് എന്ന് പറയുന്നത്. നമ്മൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഐഡിയാസ്, ചിന്തകൾ, ഫീലിങ്സ് ഇതെല്ലാം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോസ് യൂസ് ചെയ്യുന്നത്. ബട്ട് നമ്മൾ പോയട്രി യൂസ് ചെയ്യാൻ എന്തിനാണ്? അത് നമുക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യാനാണ്? എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ, നമുക്കത് പിന്നെയും വായിക്കാനൊക്കെ തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? പോയട്രിയിൽ ഇത്തരത്തിലുള്ള മോഡിഫൈഡ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പോയട്രി എന്ന് പറഞ്ഞാൽ ഒരു ഡാൻസിങ് പോലെയാണ്. അതേസമയം നമ്മളെ പ്രോസ് എന്ന് പറയുന്നത് ഒരു വാക്കിംഗ് പോലെയാണ്. ഓക്കെ, വാക്ക് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്കൊരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവേ വാക്ക് ചെയ്യാറ്. പക്ഷേ ഡാൻസിങ് എന്ന് പറയുന്നത് അങ്ങനെയാണോ? ഡാൻസിങ് എന്ന് പറയുന്നത് ഒരു എന്താണ്, കുറച്ചും കൂടി എൻജോയ്മെൻ്റ് ഉള്ള ഒരു സംഭവമാണ്. ഓക്കെ, നമുക്ക് അതിലൂടെ ഒരുപാട് പ്ലെഷർ കിട്ടും, നമുക്കൊരു മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവും. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്തിലൂടെ കിട്ടുക? പോയട്രിയിലൂടെ കിട്ടുക. ഈ പോയട്രി എഴുതുന്ന ടൈമിൽ തന്നെ നമ്മൾ അത് എഴുതുക ലൈൻ ബൈ ലൈൻ ആയിട്ടാണ്, ഒരു സ്റ്റാൻസ വൈസ് ആണ്. ഓക്കെ, നമ്മൾ അതിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. ഓക്കെ, അതിൽ റൈംസ് ഉണ്ടാവും, റിതം ഉണ്ടാവും. ഓക്കെ, ഒരുപാട് ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ടാവും, ഇമാജിനേറ്റീവ് ആയിട്ടുള്ള നറേറ്റീവാണ് യൂസ് ചെയ്യുക. ഇതിൽ ഐഡിയാസ്, അതായത് ഈ പോയിറ്റ് നൽകുന്ന ഐഡിയ ഒരാൾക്ക് വായിക്കുമ്പോൾ അത് കിട്ടണമെങ്കിൽ എന്താണ്? അതൊരു സ്റ്റാൻസ കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, ഒരു സ്റ്റാൻസ കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഒരു ലൈൻ ബൈ ലൈനിൽ എന്താണ് ഈ പോയിറ്റ് നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതേ സമയം നമ്മൾ പ്രോസ് നോക്കുകയാണെങ്കിലോ, പ്രോസ് നമ്മൾ സെൻറ്റൻസ് ആയിട്ടും പാരഗ്രാഫ്സ് ആയിട്ടുമാണ് എഴുതുക. ഓക്കെ, അതിൽ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് വായിക്കുമ്പോഴാണ് നമുക്ക് എന്താണ് ടോപ്പിക്ക്, ഈ വായിക്കാൻ പോകുന്ന കാര്യത്തിൻ്റെ ടോപ്പിക് എന്താണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഒരു ബേസ് ആയിട്ടുള്ളൊരു പാരഗ്രാഫ് ഉണ്ടാവും അതിൽ, അത് വായിക്കണം. ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് ഡിഫറൻസ് ഉണ്ട് എന്തിന്? പ്രോസിനും പോയട്രിക്കും. സോണറ്റ്സ് ഒക്കെ ഇതിന് ബെസ്റ്റ് എക്സാമ്പിളാണ്. എന്തിന്? പോയട്രിക്ക്. ഓക്കെ, ഇതിനു മുൻപ് നമ്മൾ ഷേക്സ്പിയറിൻ്റെ ഒക്കെ സോണറ്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് അറിയാമെങ്കിൽ അതിനൊക്കെ പറ്റിയിട്ട് നിങ്ങൾക്കിതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഈ പ്രോസ് തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. പ്രോസിന് തന്നെ ഒരു വെറൈറ്റി ഉണ്ട്. അതായത് പ്രോസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ളൊരു പ്രോസ് ഉണ്ട്. അതായത് ഓർഡിനറി പ്രോസും ഉണ്ട്, ലിറ്റററി പ്രോസും ഉണ്ട്. ലിറ്റററി പ്രോസ് തികച്ചും ഓർഡിനറി പ്രോസിൽ നിന്ന് വ്യത്യാസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ
നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഐഡിയാസ്, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഓർഡിനറി പ്രോസ് എന്ന് പറയുന്നത്. ഓർഡിനറി പ്രോസ് ഒരു സിംഗിൾ പർപ്പസ് യൂസേജ് ആണ്. ഓക്കെ, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഈ ഇടുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ഒരു 5-6 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ആരെങ്കിലും എൻ്റെ ക്ലാസ് കുത്തിയിരുന്ന് കേൾക്കുമോ? ഫസ്റ്റ്, അതായത് നമുക്കൊരു കാര്യമില്ലാതെ നമ്മൾ എന്ത് ചെയ്യില്ല, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യില്ല. ഓക്കെ, നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ക്യാച്ച് ചെയ്യുന്നത്, നമ്മൾ ഒരാളുടെ അടുത്ത് അതൊന്ന് എടുത്ത് വാ ഇങ്ങനെ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെയാണ് എന്ത്, ഓർഡിനറി പ്രോസ് എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ ലിറ്റററി പ്രോസ് എന്ന് പറയുന്നത്, ഒരു പോയട്രിയും ലിറ്റററി പ്രോസൊക്കെ ഈക്വൽ ആണ്. ഓക്കെ, അതായത് അതിൽ ഓരോ പറയുന്ന വേർഡ്സിനും 1 by 1 വേർഡ്സിനും എന്തുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, കാരണം നമ്മളൊരു കഥ വായിക്കുകയാണെങ്കിൽ അതിലൊരു പകുതി ഭാഗമില്ല, എന്നിട്ട് നമ്മൾ ആ കഥ വായിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതാണ് പറയുന്നത്. അതിനെന്താണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അല്ല വേർഡ്സിലെ ഇമ്പോർട്ടൻസ്. ഓക്കെ, പോയട്രിയിലും ലിറ്റററി പ്രോസിലുമുള്ള വേർഡ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരുപോലെയാണ്. ഓക്കെ, അതിൽ ഓരോ വേർഡ്സിനും ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട്. ലിറ്റററി പ്രോസിൽ ഒരുപാട് ടെക്നിക്സ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഓക്കെ, ഈ സജഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇന്നർ മീനിങ്. ഓക്കെ, അല്യൂഷൻസ്, അതായത് ഇൻഡയറക്റ്റ് മീനിങ്, പിന്നെ ഇമാജിനറി, ലിറ്റററി ഡിവൈസ്, ഇതുപോലുള്ള ഒരുപാട് ടെക്നിക്സുകൾ ചേരുമ്പോഴാണ് എന്താവുക, ഒരു നല്ല ലിറ്റററി പ്രോസ് ഉണ്ടാവുക. ഓക്കെ, ഈ ലിറ്ററേച്ചറിൽ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്രോസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതാണ് ഡിസ്ക്രിപ്റ്റീവ് പ്രോസ്, നറേറ്റീവ് പ്രോസ്, എക്സ്പോസിറ്ററി പ്രോസ്. ഓക്കെ, ഇതിനെ മൂന്നിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ പഠിക്കാനുണ്ട്. നമുക്കിതിൽ 3 വെറൈറ്റീസ് ആണ് തന്നിട്ടുള്ളത്. ആ 3 വെറൈറ്റീസിനും 2 സ്റ്റോറി വീതം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ നിങ്ങളത് ഒന്ന് വായിച്ച് നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതിനെ പറ്റിയിട്ട് ഷോർട്ടായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ എക്സാമിന് മുമ്പ് വീഡിയോ ഇടാം. നമുക്ക് ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ 3 വെറൈറ്റീസ് ഉണ്ടല്ലോ, ഡിസ്ക്രിപ്റ്റീവും നെറേറ്റീവും എക്സ്പോസിറ്ററിയും, ഇത് 3ഉം വെച്ചിട്ട് എന്ത് ചെയ്യും, റൈറ്റേഴ്സ് എഴുതാറുണ്ട്. ഓക്കെ, ചിലവരെന്ത് ചെയ്യും, ഏതെങ്കിലും ഒന്നെടുത്തിട്ടായിരിക്കും എഴുതുക. ഇതിനെപ്പറ്റി നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ, ഡിസ്ക്രിപ്റ്റീവ് പ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പറ്റി നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മൾ അത് വായിച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ മുൻപിൽ അങ്ങനെ ഒരാൾ നിൽക്കുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യും, ഒരു വിഷ്വൽ ഇമേജ് കിട്ടും. ഓക്കെ, അങ്ങനെ പറഞ്ഞ് എഴുതുന്ന ഒരുപാട് സ്റ്റോറികളുണ്ട്. ഓക്കെ, അതായത് ഒരാൾ ഇവിടെ നിൽക്കുകയാണ്, അയാളെ കയ്യിൽ വലിയൊരു തോക്കുണ്ട്, അയാൾ ഇത്ര ഹൈറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, അയാളുടെ ഡ്രസ്സ് ഒരു പിങ്ക് കളറാണ്, അയാൾക്ക് വലിയൊരു വണ്ടിയുണ്ട്, ആ വണ്ടിയിൽ കയറി അയാൾ ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നത് കാണാം, വരുന്നത് കാണാം, അങ്ങനെ അയാളുടെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് പോലും വളരെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുക. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിസ്ക്രിപ്റ്റീവ് പ്രോസ് എന്ന് പറയുക. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. നറേറ്റീവ് പ്രോസ് എന്ന് പറയുമ്പോൾ അതിലെന്തില്ല, പേഴ്സൺസിനെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യല്ല ചെയ്യുക, ഓരോ ഇവൻറ്റുകളെ പറ്റിയിട്ടാണ് അതിൽ ഡിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ഓക്കെ, അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, അപ്പോൾ ആ കല്യാണത്തിൽ അവിടെ ഉള്ളൊരു സ്റ്റേജ്, ആ സ്റ്റേജിൽ എന്തായിരുന്നു, അതിന് ശേഷം അവർ പോയി വേറൊരു സ്ഥലത്തേക്ക് പോയി, അവിടെ വേറൊരു ഇവൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഇവൻറ്റ് ബൈ ഇവൻ്റ് ആയിട്ട് നമ്മൾ പിന്നെന്ത് ചെയ്തു ആ ഒരു രീതിക്കാണ് അവിടെ എന്ത് ചെയ്യുക, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, അവിടെ പേഴ്സൺസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ എന്ത് ചെയ്യില്ല, കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കില്ല. ചിലതിൽ എന്ത് ചെയ്യും, നെറേഷനും ഇമ്പോർട്ടൻറ്റ് കൊടുക്കും, അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവിനും ഇമ്പോർട്ടൻറ്റ് കൊടുക്കും. അതായത് ആ ഇവൻറ്റിനോടൊപ്പം ആ ഇവൻറ്റിൽ വന്ന ഒരാളെ പറ്റിയിട്ട് എന്ത് ചെയ്യും, ഡിസ്ക്രൈബ് ചെയ്യും. അപ്പോൾ അവിടെ എന്തായി, നെറേറ്റീവ് പ്രോസും ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്റ്റീവ് പ്രോസും ഉണ്ടാവും. എക്സ്പോസിറ്ററി എന്ന് പറയുന്നത് ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. നമ്മൾ ഡിസ്ക്രിപ്റ്റീവിലും നെറേറ്റീവിലും നമുക്ക് ഇമാജിനറി കൊണ്ടുവരാം, ഒരുപാട് ക്രിയേറ്റീവ് ഐഡിയാസൊക്കെ കൊണ്ടുവരാം. പക്ഷേ എക്സ്പോസിറ്ററിയിൽ അത് പറ്റില്ല. നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ എന്ത് ചെയ്യണം, എഴുതണം. അതാണ് എക്സ്പോസിറ്ററിയിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ഓട്ടോബയോഗ്രഫിയൊക്കെ അതിന് വലിയൊരു എക്സാമ്പിളാണ്. ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫിയൊക്കെ അതിൽ നമ്മളെന്താണ്, അധികവും ഉണ്ടായ ട്രൂത്തായിട്ടുള്ള കാര്യങ്ങളല്ലേ എഴുതുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ സോഷ്യൽ ടെക്സ്റ്റ്, അതൊക്കെ എന്താണ്, നടന്ന കാര്യങ്ങളാണ്. അതിൽ നമുക്ക് ഇമാജിനേറ്റീവായിട്ടും അങ്ങനെ ഡിസ്ക്രിപ്റ്റീവായിട്ടൊക്കെ നമുക്കൊരു കാര്യങ്ങൾ തരുമോ? ഇല്ലല്ലോ. നമ്മൾ ആ ഒരു സമയത്ത് യുദ്ധം ഉണ്ടായി, യുദ്ധത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അങ്ങനെ പോയിൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇരിക്കും തരിക. അതുപോലെയുള്ള കാര്യങ്ങളെയാണ്
എന്ത് പറയുക, എക്സ്പോസിറ്ററി പ്രോസ് എന്ന് പറയുക. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്കൊരു ഡൗട്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി അടുത്തത് ഇതിൽ പറയുന്നത് ഡിനോട്ടേഷനും കൊനോട്ടേഷനുമാണ്. ഓക്കെ, എന്താണ് ഡിനോട്ടേഷൻ, എന്താണ് കൊനോട്ടേഷൻ? ഡിനോട്ടേഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു ഡയറക്റ്റ് ആയിട്ടുള്ള മീനിങ് ആയിരിക്കും. അതായത് ദിസ് ഈസ് എ സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇതൊരു കല്ലാണ് എന്ന് തന്നെയാണ്. അതിനെന്തില്ല, ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മീനിങ് ഇല്ല. പക്ഷേ അതേസമയം കൊനോട്ടേഷനിൽ വരുമ്പോൾ അതിന് വേറെ ഒരു അർത്ഥം കൂടി ഉണ്ടാവും. അതായത് ഹിസ് ഹാർട്ട് ഈസ് സ്റ്റോൺ എന്ന് പറയാണ്. അതിൻ്റെ റിയൽ മീനിങ് എന്താണ്? ക്രൂവലാണ്. അതായത് ആ ഒരാൾ, ഈ പറഞ്ഞ വ്യക്തി എന്താണ്, ക്രൂവലാണ്, സ്ട്രോങ് ആണ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അതിലൊരു ഡബിൾ മീനിങ്, ഡബിൾ മീനിങ് എന്നല്ല പറയുക, ഒരു ഇൻറ്റേർണൽ എക്സ്റ്റേർണൽ ആയിട്ടുള്ള മീനിങ് ഒക്കെ ഇതിൽ ഉണ്ടാവുകയാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം ഇതിൽ എന്തുണ്ട്, സജഷൻസ് ഉണ്ട്, അല്യൂഷൻസ് ഉണ്ട്. എന്തിൽ? കൊനോട്ടേഷനിൽ ഇതെല്ലാം ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് മെയിനായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് ഫിഗർ ഓഫ് സ്പീച്ചാണ്. ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് പറയേണ്ട കാര്യങ്ങൾ കുറച്ചും കൂടിയും ഇൻഡയറക്റ്റായിട്ട്, കുറച്ചും കൂടി നല്ല ബ്യൂട്ടിയിൽ, കുറച്ചും കൂടിയും അട്രാക്റ്റീവായിട്ട് പറയുക. ഓക്കെ, ഇതിനാണ് എന്ത് പറയുക, ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുക. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ഈസ് മൈ ഹേർട്ട് എന്ന് പറയാം. ഓക്കെ, അതായത് ഇതിൻ്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ റിയൽ മീനിങ്ങുമായിട്ട് തികച്ചും വ്യത്യാസമാണ്. ഓക്കെ, ശരിക്കും ഇതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അവളെ എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ് എന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വേർഡ്സിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, പക്ഷേ അതിൻ്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് വേറെയാണ്. പക്ഷേ അതിൻ്റെ റിയൽ മീനിങ് എന്താണ്, ഡിഫറെൻ്റ് ആണ്. ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുക, ഫിഗർ ഓഫ് സ്പീച്ച് യൂസ് ചെയ്യുക. നമ്മളിത് യൂസ് ചെയ്യുന്നത് പ്രോസിൽ, പോയട്രിയിൽ, ഡ്രാമയിൽ, അങ്ങനെ പലതരം റൈറ്റിങ്സിലും നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഈ ഫിഗറേറ്റീവ് ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ആ ഫിഗറേറ്റീവ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഫിഗർ ഓഫ് സ്പീച്ചുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ പറയുകയാണ് സിമിലി. സിമിലി പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്താണ്? ലൈക്കും ആസും ഉള്ള കാര്യം. ഓക്കെ, മൈ ലവ് ലൈക്ക് റെഡ് റെഡ് റോസ്. ഓക്കെ, ഇതിനെ പറയുന്നത് എന്താണ്, ലൈക്ക് അതുപോലെയാണ്. അതായത് നമ്മൾ ഒരു സംഭവത്തെ പറ്റിയിട്ട് കമ്പാരിസൺ ചെയ്യാണ് മറ്റൊരു കാര്യത്തെ. ഓക്കെ, ഇതുമായിട്ട് മറ്റൊന്ന് കമ്പാരിസൺ ചെയ്യാണ്, പക്ഷെ അതെന്താണ്, ഇതുമായിട്ട് യാതൊരു ബന്ധവും വല്ലാണ്ട് ഇല്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, നമ്മൾ ഈ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഈ ഒരു ടേമിനെ എന്താ ചെയ്യുന്നത്, കണക്റ്റീവ് വേർഡ്സ് വെച്ച് കണക്റ്റ് ചെയ്യാണ്. നമ്മൾ ഈ യൂസ് ചെയ്യുന്ന കണക്റ്റീവ് വേർഡ്സ് ഏതൊക്കെയാണ്, ലൈക്കും ആസും ആണ്. ഓക്കെ, ഇനി മെറ്റഫർ നോക്കുകയാണെങ്കിൽ അതിലെന്താണ്, ലൈക്കും ആസും യൂസ് ചെയ്യാത്ത കാര്യങ്ങളാണ് എന്ത് പറയുക, മെറ്റഫർ എന്ന് പറയുക. ഓക്കെ, ഹീ ഈസ് ദ സ്റ്റാർ ഓഫ് ദിസ് ക്ലാസ്. ഇതെന്താണ്, ഇതും ഒരു കമ്പാരിസൺ ആണ്. പക്ഷേ ഇതിൽ എന്ത് യൂസ് ചെയ്തിട്ടില്ല, ലൈക്കും ആസും എന്ത് ചെയ്തിട്ടില്ല, യൂസ് ചെയ്തിട്ടില്ല. ഇതുപോലുള്ള വേർഡ്സിനാണ് നമ്മൾ എന്ത് പറയുക, മെറ്റഫർ എന്ന് പറയുക. ഇതാണ് നമ്മൾ കൂടുതലായിട്ട് സ്റ്റോറീസിലൊക്കെ കാണാറ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഇമേജസ് ആണ്. ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് എ ഗാർഡൻ ഇൻ ഹെർ ഫേസ്. ഇത് നമുക്കൊരു എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇതുപോലെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ മനസ്സിലേക്ക് ഒരു വിഷ്വൽ ഇമാജിനറി നമുക്കിങ്ങനെ തരണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുകയാണ് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വന്നു. അപ്പം നമ്മുടെ മനസ്സിലേക്ക് എന്താ വരിക, സൂര്യൻ ഉദിച്ച് വരുന്ന ഒരു വിഷ്വൽ നമ്മളെ മനസ്സിലേക്ക് വരില്ലേ. അതേപോലെ തന്നെ നല്ല കാറ്റടിച്ചപ്പോൾ നല്ല പൊരിച്ച മീനിൻ്റെ മണം ഇങ്ങനെ കാട്ടിലൂടെ പരന്നു. ഈ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു മീനിൻ്റെ സ്മെല്ല് നമ്മുടെ ആ ഒരു രീതിയിൽ നമുക്കിങ്ങനെ പറയുന്ന ടൈമിൽ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോന്നും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക. അതിനാണ് നമ്മൾ ഇമേജ് എന്ന് പറയുന്നത്. ഇനി സിമ്പിളിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഡോവ് ഈസ് എ സിമ്പിൾ ഓഫ് എന്താണ്, പീസ്. റെഡ് റോസ് ഈസ് എ സിമ്പിൾ ഓഫ് ലവ്. ഓക്കെ, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നോവലിലും സ്റ്റോറീസിലൊക്കെ വായിക്കാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതാണ് പ്രസോണിഫിക്കേഷൻ. പ്രസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജീവനല്ലാത്തൊരു വസ്തുവിന് നമ്മൾ ജീവൻ കൊടുത്ത് സംസാരിക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ പറയണം ആ ബെഞ്ചുകളൊക്കെ ഉറങ്ങി കിടക്കുകയാണ്. കാരണം എന്താ, അവിടെ കുട്ടികളൊന്നുമില്ല. പക്ഷേ ബെഞ്ചുകൾ ഉറങ്ങുമോ, ഇല്ലല്ലോ. പക്ഷെ നമ്മൾ എന്താണ്, ഒരു ജീവൻ കൊടുക്കുകയല്ലേ. പ്രസോണിഫിക്കേഷനൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നത് കാണാറുണ്ട് നോവലിലും സ്റ്റോറീസിലൊക്കെ. അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ തന്നെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യും. ഇപ്പോൾ പറയും സിസ്റ്റർ ഇല്ലാണ്ട് ഇന്ന് വീട് ഉറങ്ങിയ പോലെ ആയി, അങ്ങനെയൊക്കെ പറയില്ലേ നമ്മൾ. ഒരു കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ത്, പ്രസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഹൈപ്പർബോള എന്ന് പറയുന്നത്, ഞാൻ നിന്നോട് ഒരു 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യരുതെന്ന്. പക്ഷേ നമ്മളോട് ആരെങ്കിലും 1000 വട്ടം പറഞ്ഞിട്ടുണ്ടാവുമോ, ഇല്ല.
ആകെ 1-2 വട്ടം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതിന് എന്താ പറയുക, നിങ്ങൾ ഞാൻ 6 വട്ടം പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യരുത്, ഫുഡ് കഴിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഓൺ ചെയ്യരുത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ദിവസം കേൾക്കുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, പക്ഷെ അതൊക്കെ നമ്മളോട് 1000 വട്ടം പറഞ്ഞിട്ടുണ്ടാവോ? ഇല്ല. പക്ഷെ അതൊരു പറയുമ്പോൾ ഒരു താളത്തിൽ ഇങ്ങനെ പറഞ്ഞു വന്ന കാര്യങ്ങളാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹൈപ്പർബോള എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ലിറ്റോട്സ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഒരു കാര്യമായിരിക്കും, പക്ഷേ അതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റുള്ള കാര്യമായിരിക്കും ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അതായത് ഹൈപ്പർബോളയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഹൈപ്പർബോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്തു പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ നിന്നോട് ഒരു 1000 വട്ടം പറഞ്ഞില്ലേ, പക്ഷെ അതുണ്ടായിട്ടില്ലല്ലോ. ഇവിടെ എന്താണ് ചെയ്തിട്ടുണ്ടാവും അത്, പക്ഷേ അതിനെന്താണ് ഒരു വേറൊരു മീനിങ് ആണ്. അതായത് ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹി സ്റ്റോപ്ഡ് എ ബുള്ളറ്റ് ലാസ്റ്റ് നൈറ്റ്. അവൻ എന്ത് ചെയ്തു, ഒരു ബുള്ളറ്റിനെ തടുത്തു ഇന്നലെ രാത്രി. ലാസ്റ്റ് നൈറ്റിലാണ് എന്ത് ചെയ്തു, ഒരു ബുള്ളറ്റിനെ തടുത്തു. എന്ന് വെച്ചാൽ ഇവിടെ എന്താ പറയുന്നത്, അയാളൊരു വെടി കൊണ്ട് മരിച്ചു എന്നാണ് പറയുന്നത്. അതെന്ത് വളരെ സിമ്പിളായിട്ട് അങ്ങോട്ട് പറയുക. ഓക്കെ, ഈ ഒരു രീതിയിലാണ് എന്ത് പറയുക, അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് പറയുക. നെക്സ്റ്റ് ഐറോണി. ഐറോണി പറഞ്ഞാൽ എന്താണ്, പറയുന്നത് ഒരു കാര്യമായിരിക്കും പക്ഷേ അതിൻ്റെ മീനിങ് വേറൊന്നായിരിക്കും. ഓക്കെ, ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ഒരു ഫിലിം ഉണ്ടല്ലോ, എന്താ ഗോഡ് ഫാദർ. ഓക്കെ, ഗോഡ് ഫാദറിൽ ഇന്നസെൻ്റ് പറയുന്നൊരു ഡയലോഗുണ്ട്. അയാൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ പഠിക്കണേ? ഓക്കെ, നീയൊക്കെ എന്തിനാ പഠിക്കണേ എന്നുള്ള ഒരു ചോദ്യമാണ്. അല്ലാതെ നീ എന്തിനാ പഠിക്കണേ എന്നുള്ള സബ്ജക്റ്റ് അല്ല നമ്മൾ ചോദിക്കുന്നത്. നീയൊക്കെ പഠിച്ചിട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടടാ എന്നുള്ള രീതിയിലാണ് നീ എന്തിനാ പഠിക്കണേ, ആ ഒരു ടോണല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഐറോണി എന്ന് പറയുക. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പ്രോസും പോയട്രിയും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നോക്കി നമ്മൾ ഫിഗർ ഓഫ് സ്പീച്ച് നോക്കി. ഇനി ഫോംസ് ഓഫ് പ്രോസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എക്സാമിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്